മലയാളി മെമ്മോറിയലിനെ തകർക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയുള്ളതാണ് എതിർ മെമ്മോറിയൽ. 1891 ജൂൺ 3-നാണ് ശ്രീമൂലം തിരുനാളിനാണ് സമർപ്പിച്ചത്. ഈഴവ മെമ്മോറിയൽ ഡോക്ടർ പൽപ്പുവിൻ്റെ നേതൃത്വത്തിലായിരുന്നു. 1896 സെപ്റ്റംബർ 3-ന് ശങ്കര സുബയ്യാന സമേത ദിവാൻ ഡോക്ടർ പൽപ്പുവാണ് നേതൃത്വം നൽകിയത്. ഈഴവ മെമ്മോറിയൽ സ്ഥാപകൻ പൽപ്പുവാണ്. 1896-ലാണ് ഗ്രേറ്റർ ഈഴവ അസോസിയേഷൻ എന്നും അറിയപ്പെടുന്നു. ഇതിൻ്റെ ആദ്യ സമ്മേളനം തിരുവനന്തപുരത്താണ്. ടി.കെ. മാധവനാണ് 1902 ഈഴവ അസോസിയേഷൻ സ്ഥാപിച്ചത്. സമത്വ സമാജം വൈകുണ്ഠസ്വാമികൾ 1836 മനുഷ്യരെല്ലാവരും സമന്മാരാണെന്ന ബോധം ഉണ്ടാക്കുന്നതിന് വേണ്ടി സ്ഥാപിക്കപ്പെട്ട സ്ഥലമാണ് ശുചീന്ദ്രം. SNDP സ്ഥാപക പ്രസിഡന്റ് ശ്രീനാരായണ ഗുരു 1903 മെയ് 15-നാണ്. ശ്രീനാരായണ ഗുരു ആജീവാനന്ദ അധ്യക്ഷനാണ്. ഡോക്ടർ പൽപ്പു കുമാരനാശൻ ഉപാധ്യക്ഷനും സെക്രട്ടറിയുമാണ്. വാവൂട്ടി യോഗം SNDPയുടെ മുൻഗാമിയാണ്. 1898 അരുവിപ്പുറം ക്ഷേത്രയോഗം രൂപീകൃതമായി. ഡോക്ടർ പൽപ്പുവിൻ്റെ പ്രേരണയാലാണ് 1904 ശ്രീനാരായണ ഗുരു ശിവഗിരി മഠം സ്ഥാപിച്ചു. ശ്രീനാരായണ ഗുരുവിൻ്റെ നേതൃത്വത്തിൽ 1904 രൂപീകൃതമായ സ്ത്രീ സമാജത്തിൻ്റെ അധ്യക്ഷയാണ് മാതാ പെരുമാൾ. മാതാ പെരുമാളാണ് ഇതിൽ രൂപീകൃതമായ സ്ത്രീ സമാജത്തിൻ്റെ അധ്യക്ഷ മാതാ പെരുമാൾ. വിവേകോദയം ആദ്യ മുഖപത്രമാണ്. SNDPൻ്റെ ആദ്യ മുഖപത്രമാണ് വിവേകോദയം. ഇത് ആരംഭിച്ചത് 1904 മെയ് 13-നാണ്. സ്ഥാപകൻ കുമാരനാശാൻ. M. ഗോവിന്ദനായിരുന്നു ഇതിൻ്റെ ഔദ്യോഗിക പത്രാധിപർ. ഈഴവ ഗസ്റ്റ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന പ്രസിദ്ധീകരണമാണ്. സ്വാമി വിവേകാനന്ദനോടുള്ള ആദരസൂചകമായിട്ടാണ് ഈ പേര് നൽകിയത്. കുമാരനാശാൻ തൻ്റെ ശ്രീബുദ്ധചരിതം എന്ന പരിഭാഷ പ്രസിദ്ധീകരിച്ച മാസിക ഇതാണ്. SNDPയുടെ ഇപ്പോഴത്തെ മുഖപത്രമാണ് യോഗനാഥം. യോഗനാഥമാണ് ഇപ്പോഴത്തെ മുഖപത്രം. പിന്നെ ബഹുജനങ്ങൾക്കിടയിൽ തൻ്റെ സാമൂഹ്യ പരിഷ്കരണ സന്ദേശം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി SNDP യോഗത്തോടൊപ്പം സേവനമനുഷ്ഠിച്ച പത്രങ്ങളാണ് സുജനനന്ദിനി, കേരള കൗമുദി എന്നിവ. അടുത്തത് സാധുജന പരിപാലന സംഘം. സമൂഹത്തിലെ അനാചാരങ്ങൾക്കും അസമത്വങ്ങൾക്കും ഇല്ലാതാക്കുന്നതിന് വേണ്ടി അയ്യങ്കാളി ആരംഭിച്ച പ്രസ്ഥാനമാണ്. 1907-ലാണ്. 1938 സാധുജന സംഘത്തിൻ്റെ പേര് പുലയ മഹാസഭ എന്നാക്കി മാറ്റി. അയ്യങ്കാളിക്ക് ഇത് പ്രചോദനമായത് SNDPയാണ്. താഴ്ന്ന ജാതിക്കാർക്ക് പൊതുനിരത്തിലൂടെ യാത്രാ സ്വാതന്ത്ര്യം, സ്കൂളുകളിൽ പ്രവേശനം എന്നിവ അനുവദിക്കുകയല്ല ഇതിൻ്റെ ലക്ഷ്യങ്ങളാണ്. പൊതുനിരത്തിലൂടെ യാത്രാ സ്വാതന്ത്ര്യവും സ്കൂളുകളിൽ പ്രവേശനവും. ജാതി വ്യവസ്ഥയെ എതിർത്തു. താഴ്ന്ന ജാതിക്കാർക്ക് പൊതുവിദ്യാഭ്യാസം ലഭ്യമാക്കുന്നതിന് വേണ്ടി തൊഴിലാളി സമരം നയിക്കുകയും ചെയ്തു. സ്ത്രീകൾക്ക് വസ്ത്രം ധരിക്കുന്നതിന് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾക്കെതിരായി കല്ലുമാല സമരം സംഘടിപ്പിച്ചു. താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്ക്. സാധുജന പരിപാലിനി 1913-ലാണ്. സാധുജന പരിപാലിനി ഇത് സാധുജന പരിപാലന സംഘത്തിൻ്റെ മുഖപത്രമാണ്. മുഖ്യ പത്രാധിപർ ചെമ്പന്തറ കാളിച്ചോതി കറുപ്പൻ. ഇന്ത്യയിലെ ആദ്യത്തെ ദളിത് പത്രമായി അറിയപ്പെടുന്നു. സാധുജന പരിപാലിനി പ്രസിദ്ധീകരണം ആരംഭിച്ചത് ചങ്ങനാശ്ശേരിയിലാണ്. സുദർശന പ്രസ്. അടുത്തത് സമസ്ത തിരുവിതാംകൂർ പുലയർ മഹാസഭ. കേശവൻ ശാസ്ത്രി ഇതിൻ്റെ സ്ഥാപകനാണ്. പിന്നീട് ഈ സംഘടനയെ സംയോജിച്ചത് സമസ്ത തിരുവിതാംകൂർ പുലയർ മഹാസഭ. രൂപീകൃതമായത് 1942. അയ്യങ്കാളി സദാനന്ദ സ്വാമികളും ചേർന്ന് രൂപം നൽകിയ സംഘടനയാണ്